ഹലോ REVSOUL, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഹോണ്ടയുടെ ഹൈനസ് 350 ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഹോണ്ട ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഹോണ്ടയുടെ ന്യൂസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹോണ്ട അവരുടെ CB650R അതേപോലെ തന്നെ CBR 650R ഈ രണ്ട് ബൈക്കിന് ഒരു ക്ലാസ് വേരിയൻറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. CB650R വരുന്നത് ഒരു 9,60,000 രൂപയാണെങ്കിൽ CBR 650R വരുന്നത് ഒരു 10,40,000 രൂപയ്ക്കാണ്. അത്യാവശ്യം നല്ലൊരു പ്രൈസിംഗ് ആണ് ഇത്തവണ ഹോണ്ട ഒരു ക്ലച്ച് വേരിയൻറ്റിന് കൊടുത്തേക്കുന്നത്. ആകെ കൂടി വരുന്ന ചേഞ്ചസ് ക്ലച്ച് വേരിയൻ്റ് ആണ്. ബാക്കി എല്ലാ ചേഞ്ചസും ഇതിന് മുന്നേ ഇറങ്ങിയ CB650R സീരീസിന് സിമിലർ ആണ് കേട്ടോ. പിന്നെ അടുത്ത ന്യൂസ് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ട്രയംഫിൻ്റെ സൈഡിൽ നിന്നാണ്. ട്രയംഫിൻ്റെ 400XE എന്ന് പറയുന്ന മോട്ടോർ സൈക്കിൾ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് മെക്കാനിക്കൽ സൈഡ് എന്നീ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ട്രയംഫിൻ്റെ 400 നല്ല സിമിലർ, കംപ്ലീറ്റ്ലി സിമിലർ ആണ് കേട്ടോ. എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കുമ്പോൾ പുതുതായിട്ട് ഒരു ബീക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ലൈക്ക് ഒരു ഫെൻഡർ ഫ്രണ്ട് സൈഡ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് ഒരു വൈസർ കൊണ്ടുവന്നിട്ടുണ്ട്, ടാങ്ക് പാഡ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ എൻജിൻ ഗാർഡ്, സം ഗാർഡ്, പിന്നെ അതേപോലെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് അതേപോലെ തന്നെ ട്യൂബ്ലെസ് ടയേഴ്സ് വിത്ത് സ്പോക്ക് വീൽസും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാണ് ട്രയംഫിൻ്റെ 400XE എന്ന് പറയുന്ന നെയിമിങ്ങിലായിട്ട് പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് തന്നെ പ്രൈസിങ്ങിലും ചെറിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. 27,000 റുപ്പീസിൻ്റെ ഒരു പ്രൈസ് ഇൻക്രീസാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൈക്ക് ഇപ്പോൾ നമ്മുടെ ട്രയംഫ് 400XE പ്രൈസ് ചെയ്തിരിക്കുന്നത് 2,94,000 റുപ്പീസിനാണ് കേട്ടോ. പിന്നെ അടുത്ത ന്യൂസ് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു ലോഞ്ചാണ് ബെനലി സൈഡിൽ നിന്നാണ് കേട്ടോ. ബെനലി TRK 502 അതേപോലെ തന്നെ TRK 502Xും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 6,20,000 രൂപയ്ക്കാണ് നമുക്ക് TRK 502 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. TRK 502X നോക്കുമ്പോൾ ലൈക്ക് ഒരു 6,70,000 രൂപയ്ക്കാണ്. ഒരു 50,000 രൂപയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പുതുതായിട്ട് എന്തൊക്കെയെല്ലാം മാറ്റങ്ങളാണെന്ന് നോക്കുമ്പോൾ പുതുതായിട്ട് ഒരു TFT മീറ്റർ കൺസോൾ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് നാവിഗേഷൻ സിസ്റ്റം കേട്ടോ എന്നീ പുതിയൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹീറ്റഡ് ഗ്രിപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഹീറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്, സീറ്റായിട്ട് ലോവർ ചെയ്തിട്ടുണ്ട്, പിന്നെ പുതുതായിട്ട് ട്യൂബ്ലെസ് സ്പോക്ക് വീൽസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെ കുറേ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മെക്കാനിക്കൽ സൈഡും സിമിലർ ആണ് കേട്ടോ. പഴയ ആ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഒരു 500cc പാലറ്റിൻ എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും റൺ ചെയ്യുന്നത്. ഒരു 47 bhp അതേപോലെ തന്നെ ഒരു 46 Nm ഓഫ് ടോർക്കുമാണ് കേട്ടോ ഈ ഒരു ബെനലി TRK 502ഉം 502Xും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ന്യൂസ് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മഹീന്ദ്ര സൈഡിൽ നിന്നാണ്. മഹീന്ദ്രയുടെ XUV 700 അറിയാമല്ലോ, അതിൻ്റെ 5 സീറ്റ് വേരിയൻറ്റ് ഇനി അവൈലബിൾ ആയിരിക്കില്ല. ബിക്കോസ് ഇന്ത്യയിൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്ത്, അതെ, മഹീന്ദ്രയുടെ XUV 700 5 സീറ്റ് വേരിയൻറ്റ് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാനായിട്ട് BMW 450 GS ഉണ്ടല്ലോ, അതിൻ്റെ സ്പൈക്ക് ഫീച്ചേഴ്സൊക്കെ ഇന്ത്യയിൽ ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനെറ്റിൽ ലീക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ വെച്ച് ടെസ്റ്റിങ്ങിൻ്റെ ടൈം കുറേ സ്പൈക്ക് ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കില്ല, ബിക്കോസ് കംപ്ലീറ്റ്ലി ക്യാമോഫ്ലാജ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ കവറും ചെയ്തിട്ടുണ്ട്. പക്ഷേ കാണാൻ പറ്റുന്ന രീതിക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എർഗണോമിക്സ് ആണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡൊക്കെ അതിൽ തന്നെ കിട്ടുമെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ എപ്പോഴത്തെ പോലെ ഇന്നത്തെ ന്യൂസ് ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമുക്ക് ജീപ്പിൻ്റെ സൈഡിൽ നിന്നാണ്. ബിക്കോസ് അവരുടെ പുതിയ ലൈനപ്പ് ഓഫ് കാർസ് അവർ അൺവീൽ ചെയ്തിട്ടുണ്ട്. 2 ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനും അതേപോലെ തന്നെ 3 ഇലക്ട്രിക് കാർസും കൂടെ ചേർന്നാണ് ഈ ഒരു 5 വേരിയൻസ് ആയിട്ട് വരുന്നത്. പഴയ പ്രെഡിസസർ വെച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബോക്സിയർ ആയിട്ടാണ് പുതിയ ജീപ്പ് കോമ്പസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് മാറ്റങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത് എന്തോ കുറേ കൂടി സ്ക്വയറി ആയിട്ടുള്ള ഡിസൈൻസാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഇലക്ട്രിക് വേരിയൻ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു 650 കിലോമീറ്റർ റേഞ്ച് വരെ തരാൻ സാധിക്കുന്ന ഒരു ഇലക്ട്രിക് ബാറ്ററീസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഈ ഒരു പുതിയ ജീപ്പ് കോമ്പസ് വരുന്നത്. പിന്നെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി അവൈലബിൾ ആണ്, പക്ഷേ കുറേ ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ തലയിൽ ഇരിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും പുതിയൊരു ജീപ്പ് കോമ്പസ് വന്നിട്ടുള്ളതെന്നൊരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയായിരുന്നു ഗൈസ് ഈ ആഴ്ചത്തെ ന്യൂസ്. എല്ലാവർക്കും ഈ ഒരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച പുതിയ ഇൻട്രസ്റ്റിംഗ് ന്യൂസുമായിട്ട് കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.